അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, പരമകാരുണികനും കരുണാവാരിധിയുമാണ് അള്ളാഹു എന്നത് സത്യവിശ്വാസികളുടെ ഉറച്ച ബോധ്യമാണല്ലോ. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠനാമങ്ങളായ അസ്മാഉൽ ഹുസ്നയിലെ 2 നാമവിശേഷണങ്ങൾ അവൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയും വ്യാപ്തിയും വ്യക്തമാക്കുന്നതാണ്. അർ-റഹ്മാൻ, അർ-റഹീം എന്നിവയാണ് അവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും മറ്റേതു നല്ല കാര്യങ്ങൾക്ക് തുടക്കമിടുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ച് അള്ളാഹുവിൻ്റെ തിരുനാമത്തിലാണ് നാം ആരംഭിക്കുക. അതിലൂടെ അവൻ്റെ മഹാകാരുണ്യത്തെ നന്ദിപൂർവം അനുസ്മരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അർ-റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ പരിധിയും പരിമിതിയുമില്ലാത്ത കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന വിശേഷണമാണ്. ഈ പ്രപഞ്ചത്തിൽ അവൻ്റെ സൃഷ്ടികൾ മുഴുവൻ ഈ കാരുണ്യം അനുഭവിക്കുന്നു. അള്ളാഹുവിനെ നിഷേധിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നവർ പോലും അവൻ്റെ കാരുണ്യത്തിൻ്റെ ഗുണഭോക്താക്കളാണ്. താൻ വിശ്വസിക്കാത്ത ഒരു ശക്തിയുടെ യാതൊരു ഔദാര്യവും തനിക്ക് വേണ്ടെന്ന് വയ്ക്കാൻ പോലും ഒരു ദൈവനിഷേധിക്കോ യുക്തിവാദിക്കോ ആവില്ല. പ്രാണവായുവും കുടിവെള്ളവും തണലും തണുപ്പും മഴയും ചൂടും ഭൂമിയിൽ വിളയുന്ന ഫലമൂലാദികളും ധാന്യങ്ങളും തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളുടെ യഥാർത്ഥ ഉറവിടവും ഉടമസ്ഥനും അള്ളാഹു മാത്രമാണ്. പരമാണു മുതൽ വിസ്മയം വിരിയുന്ന പരകോടി സൃഷ്ടിജാലങ്ങൾ വരെയുള്ള മുഴുവൻ പ്രപഞ്ചവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വിധേയപ്പെട്ടാണ് നിലകൊള്ളുന്നത്. ചുരുക്കത്തിൽ അള്ളാഹുവിന് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും കാരുണ്യം ചൊരിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹു അർ-റഹ്മാൻ ആകുന്നത്. വഴിപ്പെടാത്തവർ എത്ര ധിക്കാരികളും ദുഷ്ടരുമാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ മഹാകാരുണ്യത്തിൻ്റെ ഫലമായ അനുഗ്രഹങ്ങൾ അവരും ആസ്വദിക്കുന്നു എന്ന വസ്തുത തിരിച്ചറിയുമ്പോഴാണ് അർ-റഹ്മാൻ എന്ന നാമവിശേഷണത്തിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് നാം വിസ്മയം കൂറുന്നത്. ഖാല അദാബി ഉസീബു ബിഹി മൻ അശാഉ വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹു പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് എൻ്റെ ശിക്ഷ ഏൽപ്പിക്കുന്നതാണ്. എൻ്റെ കാരുണ്യമാകട്ടെ സർവ്വ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ തഖ്വ കൈക്കൊള്ളുകയും സക്കാത്ത് നൽകുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാൻ അത് രേഖപ്പെടുത്തുന്നതാണ്. അധ്യായം 7 സൂറത്തുൽ അഅ്റാഫ് സൂക്തം 156. ഈ ആയത്തിലൂടെ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. നിശ്ചയമായും നിഷേധികൾക്കും അക്രമികൾക്കും അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷ ഉണ്ടായിരിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ കോപത്തെയും കവിഞ്ഞു നിൽക്കുന്നതാണ്. ആ കാരുണ്യം മുഴുവൻ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ആ നന്മകൾ അവൻ രേഖപ്പെടുത്തി വയ്ക്കും. അതിന് പരിപൂർണ പ്രതിഫലം ലഭിക്കുന്നത് പരലോകത്തായിരിക്കും. അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് മാത്രമായി പരലോകത്തെ കാരുണ്യം അവൻ കരുതി വച്ചിരിക്കുന്നു എന്നർത്ഥം. അർ-റഹീം എന്ന നാമവിശേഷണത്തിൻ്റെ താൽപ്പര്യം അതാണ്. മേൽ ഉദ്ധരിച്ച ഖുർആൻ വാക്യം അർ-റഹ്മാൻ, അർ-റഹീം എന്നീ ശ്രേഷ്ഠനാമങ്ങളുടെ അന്തസത്ത നമുക്ക് മനസ്സിലാക്കി തരുന്നു. പ്രസിദ്ധമായ ഒരു നബി വചനം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിൻ്റെ കാരുണ്യം 100 ഭാഗിച്ചാൽ അതിൻ്റെ 1 ഭാഗം മാത്രമാണ് ഈ ലോകത്ത് ജിന്ന്, മനുഷ്യൻ, മൃഗം തുടങ്ങിയ സകല ജീവികൾക്കുമിടയിൽ അവൻ ഇറക്കിയിരിക്കുന്നത്. അവ തമ്മിൽ തമ്മിൽ കരുണയും ദയയും കാണിക്കുന്നത് അതുകൊണ്ടാണ്. ദുഷ്ടമൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളോട് ദയ കാണിക്കുന്നതും അതുകൊണ്ട് തന്നെ. ബാക്കി 99 ഭാഗവും അന്ത്യനാളിൽ തൻ്റെ ദാസിദാസന്മാർക്ക് കരുണ ചെയ്യാനായി അവൻ കരുതി വച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മനുഷ്യനു വഴികാട്ടിയായി റമദാനിൽ ഖുർആൻ അവതരിപ്പിച്ചു തന്നു എന്നത്. ആ ഖുർആനുമായി ലോകാനുഗ്രഹിയായ പുണ്യപ്രവാചകൻ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു എന്നത് മറ്റൊരു അനുഗ്രഹം. അള്ളാഹുവിൻ്റെ അതിവിശാലമായ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന മാസമാണ് റമദാൻ. പുണ്യങ്ങൾക്ക് അനേക മടങ്ങ് പ്രതിഫലവും അളവറ്റ തോതിൽ പാപമോചനവും വിശ്വാസികൾക്കുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു അവൻ്റെ കാരുണ്യാതിരേകത്താൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.